ആരോപണത്തെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? കാരണം പാലക്കാടിനെ സംബന്ധിച്ച് പാലക്കാട് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പി സരിനെ നിർത്തിയിട്ടുള്ള ഒരു പരിശ്രമം ഒരു ഭാഗത്ത് നടന്ന ഉൾപ്പെടെയുള്ള ഒരു ചരിത്രം പാലക്കാടിനുണ്ട്. അവിടെ തുടർച്ചയായി ഷാഫി പറമ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള മണ്ഡലമാണ് 2011 മുതൽ. അതിനുശേഷം പിന്നീട് പിന്നെ വലിയ ചരിത്ര ഭൂരിപക്ഷത്തോടു കൂടിയാണ് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആകുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ആരോപണം ഉയർന്നു വരാൻ ഇടയായിട്ടുണ്ടാവുക? എങ്ങനെ കാണണം? ഗോപി, എനിക്ക് തോന്നുന്നു നമ്മൾ ആ പാലക്കാട് ആ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതൊരു ആരോപണം ആണല്ലോ. CPIM-ഉം BJP-യും തമ്മിലൊരു ധാരണയുണ്ടെന്ന്. CPIM-നെ സംബന്ധിച്ച് എപ്പോഴും ആരോപിക്കുന്ന ഒരു കാര്യം അത് കോലീബി എന്നുള്ള ഒരു ആരോപണമാണ്. ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ കോലീബി ആരോപണം വരുന്നത്. 1991 അന്നത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ കോൺഗ്രസ് ലീഗ് BJP സഖ്യം. അതുമായി ബന്ധപ്പെട്ട ആ സഖ്യത്തെക്കുറിച്ച് പിന്നീട് ഒരു മൂന്ന് നേതാക്കളുടെ ആത്മകഥയിലും പരാമർശിക്കുന്നുണ്ട്. ഒരു നേതാവിൻ്റെ ആത്മകഥാംശമുള്ള പുസ്തകം ഒരു നേതാവിനെ കുറിച്ച് എഴുതിയ അത് 98 KG മാരാറിനെ കുറിച്ച്, KG മാരാർ രാഷ്ട്രീയത്തിലെ സ്നേഹസാഗരം എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്തെ ജന്മഭൂമിയുടെ പ്രതിനിധിയായിട്ടുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകനായിട്ടുള്ള K കുഞ്ഞിക്കണ്ണൻ എഴുതി. അത് RSSൻ്റെ പ്രസിദ്ധീകരണ വിഭാഗമായ കുരുക്ഷേത്ര പ്രകാശൻ അവർ പ്രസിദ്ധീകരിച്ച ആ പുസ്തകം. അതിലെ ഒരു തലക്കെട്ട് പരാജയപ്പെട്ട പരീക്ഷണം എന്നായിരുന്നു. അതിലാണ് ആദ്യമായി ഈ കാര്യം പരസ്യമായി വരുന്നത്. അതിനു മുമ്പ് ഇത് ആരോപണം തന്നെയായിരുന്നു. കാരണം ബേപ്പൂരിലും വടകരയിലും ഈ മണ്ഡലങ്ങളിൽ അന്ന് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒന്നിച്ച് നടക്കുകയാണ്. ഒന്നിച്ച് നടക്കുമ്പോൾ അത് നമുക്കറിയാം, 87 നയനാർ സർക്കാർ അധികാരത്തിലേറി. അതിനുശേഷം ജില്ലാ കൗൺസിലുകൾ വരുന്നു. ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മലപ്പുറം ഒഴികെ മുഴുവൻ ജില്ലാ കൗൺസിലുകളും LDF തൂത്തുവാരിയ ആ സന്തോഷത്തിലോ അല്ലെങ്കിൽ ആവേശത്തിലാണ് ഒരു വർഷം കൂടി ആ നിയമസഭയ്ക്ക് ബാക്കി നിൽക്കെയാണ് EK നയനാർ അന്ന് ആ സർക്കാർ പിരിച്ചുവിട്ട് നേരെ രാജിവെച്ച് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിലേക്ക് പോയ ആ സമയത്ത് ആണ് UDF-നെ സംബന്ധിച്ച് തിരികെ അധികാരത്തിൽ വരേണ്ടതുണ്ട്. അവരുടെ ഒരു പരീക്ഷണമായിരിക്കാം. ഏതായാലും BJP നേതൃത്വവുമായൊക്കെ സംസാരിച്ച് അത് ബേപ്പൂരിൽ ഡോക്ടർ മാധവൻകുട്ടി, ഭാരതീയ വിചാരകേന്ദ്രത്തിൻ്റെ പ്രസിഡന്റാണ്, അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്നു. കോൺഗ്രസ് ലീഗ് BJP സഖ്യം എന്ന പേരിൽ പരസ്യമായി അവർ അത് പറയില്ല, പക്ഷെ രഹസ്യമായി അങ്ങനെ ധാരണയുണ്ടാക്കുന്നു. വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് M രത്നസിംഗ്, അന്നത്തെ മുൻ അഡ്വക്കേറ്റ് ജനറലാണ്, മുതിർന്ന അഭിഭാഷകനൊക്കെയായ അദ്ദേഹത്തെയാണ് അവിടെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത്. അത് ഈ 2 മണ്ഡലങ്ങളിലും കോൺഗ്രസ് ലീഗ് BJP വോട്ടുകൾ ഈ 2 സ്ഥാനാർത്ഥികൾക്കായി ചെയ്യുക. അതുമാത്രമല്ല, BJP പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളെ പിൻവലിച്ചിട്ടാണ് ഇവരെ സ്ഥാനാർത്ഥിയാക്കുന്നത്. വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ NN കൃഷ്ണദാസിനെയും ബേപ്പൂരിൽ KP ശ്രീശനെയും BJP ആദ്യം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നു. അവരെ പിൻവലിച്ചുകൊണ്ടാണ് ഈ 2 സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകുന്നതിന് തീരുമാനമെടുക്കുന്നത്. ഇത് മറ്റു ചില മണ്ഡലങ്ങളിൽ ഇതിൻ്റെ ആനുകൂല്യം കിട്ടും എന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. ഉദാഹരണത്തിന് തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ O രാജഗോപാലിനെ പിന്തുണയ്ക്കാം, തിരുവനന്തപുരം ഈസ്റ്റിൽ K രാമൻപിള്ളയെ പിന്തുണയ്ക്കാം, മഞ്ചേശ്വരത്ത് KG മാരാരെ പിന്തുണയ്ക്കാം. ഇതായിരുന്നു ധാരണ. പക്ഷേ അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് വ്യക്തമായത് കോൺഗ്രസ് പാലം വലിച്ചിരുന്നു എന്ന കാര്യം. അതേസമയം ലീഗിനെ സംബന്ധിച്ച് ലീഗ് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവരൊക്കെ ഇവരുടെ ഈ ആത്മകഥയിൽ പറയുന്നത്. രത്നസിംഗിൻ്റെ എപ്പിലോഗ് എന്ന ആത്മകഥയിൽ പറയുന്നത്. അതുപോലെ K രാമൻപിള്ളയുടെ ധർമ്മം ശരണം ഗച്ഛാമി എന്ന പുസ്തകത്തിൽ പറയുന്നത്. O രാജഗോപാലിൻ്റെ ആത്മകഥയായ ജീവാമൃതത്തിലും ഈ കാര്യം പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഡോക്ടർ മാധവൻകുട്ടിയും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഈ പാലം വലിച്ചു എന്നത് BJP നേതാക്കൾ പിന്നീട് തിരിച്ചറിയുന്നു. അതായത് കോൺഗ്രസിനും UDF-നുമാണ് അതിൻ്റെ പ്രയോജനം കിട്ടിയത്. പൂർണ്ണമായി എന്നല്ല, ബേപ്പൂർ മണ്ഡലത്തിൽ ലീഗിൻ്റെ വോട്ട് കിട്ടിയെന്ന് പറഞ്ഞത് മാധവൻകുട്ടി തന്നെയാണ്. ലീഗുകാർ വോട്ട് ചെയ്തതുകൊണ്ട് ഏതാണ്ട് 40,000-ഓ 60,000-ഓ വോട്ട് അദ്ദേഹത്തിന് ലഭിച്ചു. അതേ പാർലമെൻറ്റ് മണ്ഡലം, അതായത് ആ ബേപ്പൂർ ഉൾപ്പെടുന്ന മഞ്ചേരി പാർലമെൻറ്റ് മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയായിരുന്ന അഹല്യ ശങ്കറിന് 12,000 വോട്ടുകൾ ലഭിച്ച സ്ഥലത്താണ് ഡോക്ടർ മാധവൻകുട്ടിക്ക് അത്രയും വോട്ട് ലഭിച്ചത്. സ്വാഭാവികമായും ഈ ലീഗ് വോട്ടുകൾ ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ അന്ന് മുതൽ ഈ ആരോപണം കേരള രാഷ്ട്രീയത്തിൽ പലപ്പോഴും, അത് കോലീബി സഖ്യത്തിൻ്റെ ആരോപണമാവാം, അതിനു മുമ്പ് അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ജനസംഘവുമായി CPIM ചേർന്നു എന്നുള്ളൊരു ആരോപണമുണ്ട്. ജനസംഘമായിരുന്നില്ല, അത് ജനതാ പാർട്ടിയുമായിട്ടുള്ള സഖ്യത്തിൻ്റെയാണ്. എന്തായാലും അതൊക്കെ ഈ കേരള രാഷ്ട്രീയത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ചില ആരോപണങ്ങളാണ്. പാലക്കാട് T ശിവദാസ മേനോൻ്റെ കൺവെൻഷന് അവിടെ പാലക്കാട് ഗൗണ്ടർ കൺവെൻഷൻ സെൻറ്ററിൽ ഓഡിറ്റോറിയത്തിൽ അത് ഉദ്ഘാടനം ചെയ്തത് LK അഡ്വാനിയാണ് എന്ന കാര്യം. അതുപോലെ ഉദുമയിൽ KG മാരാരായിരുന്നു അന്ന് CPIM സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി എന്ന കാര്യം. ഇതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗം. അതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗം. ഞാൻ പറഞ്ഞ ഈ ആരോപണങ്ങൾ ഇങ്ങനെ പിന്നീട് കാലാകാലങ്ങളിൽ ഇത് ആവർത്തിക്കുന്നു.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.